കളമശ്ശേരിയിൽ നിന്നും വൈപ്പിനിലേക്ക് അല്ലെങ്കിൽ മെറിൻ ഡ്രൈവിലേക്കൊക്കെ പോകുന്ന കണ്ടെയ്നർ റോഡ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ഒരു പാലം കാണാം. പുതിയൊരു പാലമൊക്കെ പണിതിട്ട് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. അപ്പോൾ ഈ പാലത്തിലൂടെ ഇങ്ങനെ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തേക്ക് എത്തും. നല്ല സത്യം പറഞ്ഞാൽ നല്ല വൈബാണ് അവിടെ. കുട്ടികളൊക്കെ ആയിട്ട് പോകാനൊക്കെ വളരെ നല്ല സ്ഥലമാണ് കേട്ടോ. അത് ഞങ്ങൾ പാലമൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അവിടെ ഇങ്ങനെ ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പം ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാനും മകനും വൈഫും കൂടി ചുമ്മാ ഒന്ന് എറണാകുളത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയപ്പോൾ മനോഹരമായ ഇതൊക്കെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അങ്ങനെ വണ്ടി കൊണ്ടുപോയി ഒരു ഇതിനകത്തേക്ക് അങ്ങ് കയറ്റി. കണ്ടോ, ഞങ്ങൾ ആ പാലത്തിൻ്റെ മുകളിലൂടെയാണ് വന്നത്. അങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് ഇവിടെയൊക്കെ ജനങ്ങളൊക്കെ കാണുന്നുണ്ട്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനൊക്കെ സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെയൊക്കെ നോക്കുമ്പോൾ ഒരു ചെമ്മീൻ കെട്ടൊക്കെ പോലെ നമുക്ക് തോന്നുള്ളൂ. പക്ഷെ ഇവിടെ നിന്ന് പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഈ വഴിയിലൂടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടക്കാം. പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ കരോക്കെ ഇട്ട് പാട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പോയി നോക്കാം. ഇത് നെല്ലാണ് കേട്ടോ ഈ കാണുന്നത്. നെല്ല് ശരിക്കും നല്ലോണം വിളഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിലൂടെ പെഡൽ ബോട്ടും ഹയാക്കോ അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് ഇവിടെ ആളുകളെ കാണാൻ നമുക്ക് കണ്ടില്ലേ. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ, വൈകിട്ടൊരു 4 മണി ആകുമ്പോൾ അങ്ങോട്ട് പോവാം. ഇത് വേണ്ട, എല്ലാ കുട്ടികളും ഒക്കെ വന്ന് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ. കണ്ടതെ, ഇതാണ് ഹയാക്കോ. എന്താ പറയുന്നത്, അടിപൊളി സ്ഥലമായിട്ടത്. ഇതിനകത്തേക്ക് കിടക്കാൻ ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഇവിടെ വന്നാൽ ഒരുപാട് വൈകിട്ട് വരണം. 4 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയാണ്. വീഡിയോ ആയാലും ഫോട്ടോ ആയാലും നല്ല രസമായിരിക്കും. കാരണം ഈ പൂക്കോയിൽ സമയത്താണല്ലോ നല്ല ലൈറ്റിംഗ് ആണ്. കുടുംബസമേതം വരാൻ പറ്റിയ നല്ല ഒരു സ്ഥലം. പെഡൽ ബോട്ടിന് ഒരാൾക്ക് 250 രൂപയും ഹയാക്കിന് ഒരാൾക്ക് 200 രൂപയുമാണ് മണിക്കൂറിന് ഒരു ചാർജ് ചെയ്യുന്നത്. അതെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ നെല്ല് വിളഞ്ഞു നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഇത് കയറ്റാൻ പാടില്ല. വെള്ളം കാണുന്ന ഭാഗത്തുകൂടെ മാത്രമേ ഇത് തുഴയാൻ പാടുള്ളൂ. നമ്മൾ നേരത്തെ കേട്ടില്ലേ ഇവിടെ പാട്ട് പാടുന്നത്. അതിവിടെ ഇതിനകത്ത് കരോക്കെ ഇട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അവര്. ആസ്വദിക്കുന്നവർ ഇവിടെ പലരും ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകൾ ഞാൻ തോന്നുന്നു കേട്ടോ, അല്ലാതെ ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളല്ല. പിന്നെ കുട്ടികൾക്ക് തുള്ളിച്ചാടാനായിട്ട് ആ പാട്ടും കേട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുന്നത്. ചെറുപ്പക്കാർ ഇവിടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇപ്പുറത്ത് ഇത് പുഴയാണ് കേട്ടോ, ഇത് പുഴയാണ്. മറ്റത് ശരിക്കും പറഞ്ഞാൽ ഈ ചെമ്മീൻ കെട്ടൊക്കെ പോലത്തെ പാടശേഖരം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സംഭവമാണ്. ആ
കാണുന്നതൊക്കെ പാടമാണ്. നമ്മൾ ആദ്യം കണ്ട പെഡൽ ബോട്ടും ഹയാക്കൊക്കെ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആ പാടത്തിൻ്റെ ഇതാണ്. ഇത് പാടമാണ് ശരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പം മഴക്കാലം കഴിഞ്ഞു എന്ന് പറയാനും പറ്റില്ല. ഇന്നലെ ഇന്നും ഒക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ ഈ പാടത്ത് വെള്ളം ഉണ്ടാവും. പുഴയിലെപ്പോഴും പിന്നെ വെള്ളം ഉണ്ടാവില്ല. ഇത് ശരിയായ പുഴയാണ്. ഇതിൽ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് അവരുടെ സ്റ്റാഫ് തന്നെയാണ് വെച്ചിട്ട്. പിന്നെ ഇതാ ഇവിടെ ടീ ഷോപ്പുണ്ട്. നല്ല ടേസ്റ്റുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ടോക്കൺ എടുത്തു. ചായയും പഴംപൊരി ഒക്കെ കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. ഇതേ നമ്മുടെ കണ്ടെയ്നർ റോഡുണ്ടല്ലോ, കളമശ്ശേരിയിൽ നിന്ന് കണ്ടെയ്നർ റോഡ് വഴി വൈപ്പിലേക്കും മെറിൻ ഡ്രൈവിലേക്കൊക്കെ പോകുന്ന റോഡുണ്ട്. അതിൽ പോകുമ്പോൾ റൈറ്റിലേക്ക് ഒരു വഴി കാണാം. മൂലമ്പള്ളി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, മൂലമ്പള്ളി. അപ്പോൾ നല്ല വൈബാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. സൂപ്പർ വൈബാണ്. ഇരുന്ന് പഴംപൊരി ചായ കുടിക്കാനായിട്ടില്ലേ, പഴംപൊരി തിന്നാം, ചായ കുടിക്കാം. ഇതുപോലെയൊക്കെ ഇരുന്ന് കണ്ട അടിപൊളി സ്ഥലമാണ്. പിഴാല, ഐ ലവ് പിഴാല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഐ ലവ് പിഴാല. കാണുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ അതിലാണ് നടന്നു വന്നത്. കണ്ടാ, ഐ ലവ് പിഴാല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പേര്. ഫംഗ്ഷൻ നടത്താം. രസമാണ് ഇവിടെ ഫംഗ്ഷനൊക്കെ നടത്തിയാൽ. ചെറിയൊരു ഗെറ്റ് ടുഗദർ. അത് ഇതാ ചെയറൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ടേബിള്, ചെയറ്. ഒരു 100 ആളുടെ 150 ആളുടെ പരിപാടിയൊക്കെ നടത്താം. പുഴ വക്കത്തിരുന്ന് കണ്ടാ. ബ്രിഡ്ജിൻ്റെ മുകളിൽ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. കണ്ടോ, അവിടെ ആസ്വദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാനായിട്ട് ഒരാൾക്ക് 20 രൂപ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരണമെങ്കിൽ 20 രൂപ എൻട്രി ഫീ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ സ്റ്റേജ്. ചെറിയ കരോക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യാം.
അപ്പോൾ ഇവിടെ വരുമ്പോൾ വൈകിട്ടൊരു 4 മണിക്ക് ഇങ്ങോട്ട് കയറണം കേട്ടോ. വെയിലൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് കയറുക. അപ്പോൾ 4 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഒരു 6:30-7 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് തിരിച്ചു പോവാം. രാത്രിയിൽ ഇതുപോലെ ലൈറ്റൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ടോ. ഇപ്പോൾ നല്ല കാലാവസ്ഥയാണ്, ചൂടൊന്നുമില്ല, നല്ല കാറ്റുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ പെഡൽ ബോട്ടും പിന്നെ എന്താണ് യാക്കോ, ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. ഇവിടെ വരുന്നവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാം. പിള്ളേരൊക്കെ ആയിട്ട് വന്നാലേ ശരിക്കും എൻജോയ് ചെയ്യാം അവിടെ കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ആകാശത്തിൻ്റെ സൗന്ദര്യം കണ്ടു നോക്കുക, എത്ര മനോഹരമായിരിക്കുന്നു. ഇപ്പം ഈ കാണുന്നൊക്കെ നെൽകൃഷി പോലെ, കൃഷിയൊന്നും ആവില്ല, ഇതൊരു വെള്ളം ഉപ്പായിരിക്കും. അല്ല ആ വേണ്ട, ഉപ്പായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഇത് വെറുതെ എങ്ങനെ ഉണ്ടായിട്ടുള്ള കൃഷിയൊന്നും അല്ല ഇപ്പോൾ ഇത്, പക്ഷെ നെല്ലാണ് സംഭവം. കണ്ടില്ലേ, ഇതേ നെല്ലല്ലേ, നെല്ലാണിത്. ഇവിടെ ഇതിന് മാത്രം വെള്ളമൊന്നും ഉണ്ടാവില്ല, എങ്കിലും ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്, കാരണം വെള്ളത്തിലെ കളിയല്ലേ. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഈ പെഡൽ ബോട്ടായാലും കയാക്കാണെങ്കിലും എടുക്കുന്നവർ ശ്രദ്ധിക്കുക, നെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. ഈ വെള്ളം ഉള്ളിടത്ത് കൂടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. അവിടെയും വെള്ളമുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അത് അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ പറയും. സൺഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. അവിടെ ഒരു പെഡൽ ബോട്ട് ഉണ്ട്. ഇവിടെ ഒരു പെഡൽ ബോട്ടുണ്ട്. ഒരാൾ ആടിപ്പാടി ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ സമയം 6:30. അപ്പോൾ ഈ സ്ഥലവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ KMR വിഷ്വൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.